ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും എൻ്റെ ഫാമിലിക്കും അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ 4ാമത്തെ ഈദാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് എല്ലാവരും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഈദായിരുന്നു കേട്ടോ, സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ കുറച്ച് റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് തലേന്ന് രാത്രി അറഫ നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം നമ്മൾ പെരുന്നാളിലേക്കുള്ള പുഡിങ് ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ് ഉണ്ടാക്കുന്നത്. നേരിയ രീതിയിൽ തേങ്ങ ചിരകിയെടുക്കുക, എന്നിട്ട് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 3 മിനിറ്റോളം ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് റാഫലോക്ക് ആവശ്യമായ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡെസിഗ്നേറ്റഡ് കോക്കനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നതിന് പകരം 2 ടീസ്പൂൺ പാൽപ്പൊടിയും 2 ടീസ്പൂൺ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നമുക്ക് സെയിം ഫ്ലേവർ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കി വന്ന ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മൈലാഞ്ചി ഇടലാണല്ലേ. എനിക്ക് ചെറുപ്പകാലം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ മെഹന്തി ഇടുക എന്നുള്ളത്. ഇപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇപ്പോൾ മക്കൾക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ ആദ്യം അവരെ മനസ്സിൽ വരുന്നതും മൈലാഞ്ചിരലാണ്. അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 10-10:30 ആയിട്ടുണ്ടായിരുന്നു അവർക്ക് മൈലാഞ്ചി ഇടുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് മെഹന്തിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ മോള് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മൈലാഞ്ചിയൊക്കെ കഴുകി കളയലാണ്. അവൾക്ക് അത് ചുവന്ന് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ഉപ്പ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പള്ളിയിൽ 7 മണിക്കാണ് ഈദ് നമസ്കാരം ഉണ്ടായിരുന്നത്. ഒരുപാട് റെസ്ട്രിക്ഷനോട് കൂടിയുള്ള ഈദ് നമസ്കാരമായിരുന്നു. നമ്മളും അതുപോലെ തന്നെ ആ സമയം തന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു. ആദ്യം വീടിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എന്നിട്ട് പിന്നെ തുടയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഉമ്മ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ട് വിരിച്ചിടാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉമ്മനെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഉമ്മ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് നെയ്പ്പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പൊതുവേ ഇതിന് ഉണ്ടാക്കാറുള്ളത് എന്തെങ്കിലും സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാറാണ് പതിവ്. ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന്
അങ്ങനെയല്ല കേട്ടോ. കാരണം രാവിലെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് മാത്രമാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്നൊന്നും കഴിച്ചിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബിസി ആയിരുന്നു. അപ്പം മോളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് അവൾ ഉപ്പാപ്പാനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഉപ്പാപ്പ വന്നിട്ടേ കഴിക്കുള്ളൂ, അതുപോലെ തന്നെ ഉപ്പാപ്പ വന്നിട്ട് ഡ്രസ്സ് മാറ്റുമെന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഇരിക്കലാണ്. അങ്ങനെ ഞാൻ ഉച്ചക്കേക്ക് ഫ്രൈഡ് റൈസും ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ കട്ടിങ് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. കാരണം വെജിറ്റബിൾസൊക്കെ നല്ല മൊഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മോളൂസും എൻ്റെ കൂടെ നല്ല രീതിയിൽ ഹെൽപ്പിങ്ങിലാണ് കേട്ടോ. ആൾ നല്ല രീതിയിൽ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോഴേക്കും ഫ്രൈഡ് റൈസിന് ആവശ്യമായ ചിക്കന് ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 വിസിൽ വെക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉമ്മ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളക്കുമ്പോഴേക്കും അടുപ്പിലേക്ക് നമുക്ക് നേരത്തെ ബീഫ് ഫ്രൈ ആക്കേണ്ട ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. നേരത്തെ ചിക്കന് വേവിച്ച കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി ബീഫിലേക്ക് വെറും ഉപ്പും മുളകും അതുപോലെ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 8 വിസിൽ വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ ആർക്കേജിയും പട്ടിയും ഗ്രാമ്പും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബീൻസ്, ക്യാപ്സിക്കം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാല അവിടുന്ന് ആകുമ്പോഴേക്കും നമ്മുടെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് അരിപ്പ വെച്ചിട്ട് ഊറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ മസാല ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട എഗ്ഗും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് തലേന്ന് രാത്രിക്ക് നമ്മൾ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിരുന്നു. അത് ജസ്റ്റ് ഒരു വിസിലടിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കനും കൂടി സ്ട്രഗ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണിനടുക്കായിട്ട് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടൽ പരിപാടിയാണ് കേട്ടോ. നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെയാണ് ഫ്രൈഡ് റൈസും ദമ്മിടാറുള്ളത്. അതിൽ നിന്ന് ആദ്യം കുറച്ച് മസാല മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുക ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട്
ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിൻ്റെ മേലെ ആദ്യം നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ. അതിനുശേഷം മക്കൾക്കൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടോ. ആദ്യമേ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇല്ല, കാരണം എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ. ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഞാനിവിടെ അയൺ കടായിയുടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയുടെ കൊത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബീഫിൽ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇതിൽ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴയാനേ പാടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സെയിം കടായി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഏകദേശം ബീഫ് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ആയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബീഫിന് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ കിച്ചണിലെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി കിച്ചൺ ക്ലീൻ ചെയ്യലാണ്. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ളുഹർ നിസ്കാരമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ നിസ്കരിച്ച് വരുമ്പോഴേക്കും ബീഫിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് സ്വീറ്റ്സ് കട്ട് ചെയ്യലാണ് നെക്സ്റ്റ് പരിപാടി. ഇത് നമ്മുടെ റിലേറ്റീവ് കൊണ്ടു തന്നെയാണ് കേട്ടോ. ഇത് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കേക്കാണ്. ഇനി അടുത്തത് നമ്മുടെ റാഫെല്ലോ പുഡിംഗ് ആണ് കേട്ടോ. അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഉപ്പാൻ്റെ ഫേവറേറ്റ് പുഡിംഗ് ആണ് കേട്ടോ. അതാണ് കേട്ടോ നമ്മൾ പെരുന്നാളിൽ ഇത് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്.
ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാരമലൈസ്ഡ് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിനേക്കാൾ ഏറെ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം 4 മണിയോളം ആയിട്ടുണ്ട്. കുറച്ച് റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ മഗ്‌രിബോട് കൂടി മുത്തുമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇനി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി അടുത്ത യാത്രയുള്ളൂ. അങ്ങനെ മുത്തുമ്മാൻ്റെ വീട്ടിൽ നിന്നും ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ എല്ലായിടത്തു നിന്നും ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ എല്ലായിടത്തും നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈദ് മുബാറക്.